പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇത് റജബ് മാസമാണ്. റജബ് മാസത്തിൻ്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ഈ സന്ദർഭത്തിൽ എല്ലാ വർഷവും നമ്മൾ ഇസ്രാ മിഅ്റാജ് ഈ സംഭവത്തെപ്പറ്റി ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അങ്ങനെ നമ്മൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല, അതൊന്നും ശരിയല്ല എന്ന ഒരു നിലപാടിലേക്ക് നമ്മളെത്തും. ഇസ്രാ മിഅ്റാജ് പോലെയുള്ള സംഭവങ്ങൾ നേരിട്ട് നമ്മുടെ ബുദ്ധിക്ക് വിഷയീഭവിക്കുന്ന കാര്യമല്ല, മറിച്ച് വേദഗ്രന്ഥം എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, അതുപോലെ കുറ്റമറ്റ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു കാര്യം. അങ്ങനെ ഒരു കാര്യം അത് നമ്മളുടെ ചിന്തക്കും ബുദ്ധിക്കും എത്ര തന്നെ സ്വീകാര്യമാണെങ്കിലും സ്വീകാര്യമല്ലെങ്കിലും അത് അതേ രീതിയിൽ ഉൾക്കൊള്ളുക എന്നതാണ് ഒരു വിശ്വാസിയും വിശ്വാസിയല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഇതിലെ കാര്യങ്ങളെ നമ്മളുടെ അറിവും പഠനവും ശാസ്ത്രവും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സത്യപ്പെടുത്തി ഇത് പരമാവധി ഉൾക്കൊള്ളാൻ എന്തൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ അറിവിനെ ഉപയോഗപ്പെടുത്താമോ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഖുർആനും ഹദീസും സഹീഹായ ഹദീസുകളും പറഞ്ഞ കാര്യങ്ങൾ അതേപടി നമ്മൾ ഉൾക്കൊള്ളുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ഇസ്രാ എന്ന് പറയുന്ന സംഭവം സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ്റെ ആ കാലഘട്ടത്തിലെ സാധ്യതകളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ സഞ്ചരിക്കുകയും പിന്നെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശലോകത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ എന്ന മലക്കിൻ്റെ കൂടെ ദീർഘയാത്ര നടത്തി വീണ്ടും തിരിച്ച് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്നെ നേരം പുലരുന്നതിൻ്റെ മുമ്പ് എത്തി എന്നാണ് വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളും സംയുക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അത് നമ്മളുടെ സാധാരണ ബുദ്ധിയുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ അത് അങ്ങനെ തന്നെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ആ കാലഘട്ടത്തിൽ ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന്, മക്കയിൽ നിന്ന് ഫലസ്തീനിൽ എത്താനുള്ള യാതൊരു യാത്രാമാധ്യമവും ഇല്ല. ഇന്നാണെങ്കിൽ അതൊന്നൊരു പ്രശ്നമുള്ള സംഗതിയല്ല, മറിച്ച് ആ കാലഘട്ടത്തിലില്ല. ആ കാലഘട്ടത്തിൽ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ ഒരു മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് അവിടെ പോയി മടങ്ങി വരണമെങ്കിൽ എത്രയോ ദിവസങ്ങൾ അതിനാവശ്യമാണ്. പക്ഷെ അതൊരു രാത്രി കൊണ്ട് നടത്തി എന്ന് പറയുന്നത് ഒരു വശം. രണ്ടാമത്തെ വശം, അവിടെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തേക്ക് ജിബ്രീൽ എന്ന മലക്കിൻ്റെ കൂടെ കടന്നുപോയി എന്ന് പറയുന്ന രണ്ടാമത്തെ മിഅ്റാജ് എന്നുള്ള വശം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ അത് വിശ്വാസമായി എന്തടിസ്ഥാനത്തിലാണ് സ്വീകരിക്കുന്നത്? നമ്മൾ പലപ്പോഴും ഉണർത്താറുണ്ട്, നമ്മുടെ അറിവുകളുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ മാനദണ്ഡം ഒന്നുകിൽ ശാസ്ത്രീയമായി നമ്മൾക്ക് ബോധ്യപ്പെട്ട പഠന നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ ബോധ്യപ്പെട്ട കാര്യങ്ങൾ. വിശുദ്ധ ഖുർആൻ അതിന് ഇൽമ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൽമ് അതിന് പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുണ്ട്. അതിലൂടെ ബോധ്യപ്പെട്ടത്. രണ്ടാമത്തേത് കിതാബിലൂടെ ബോധ്യപ്പെട്ടത്, അഥവാ വേദഗ്രന്ഥങ്ങളിലൂടെ ബോധ്യപ്പെട്ടത്. അപ്പോൾ ശാസ്ത്രീയമായും നമ്മുടെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് ബോധ്യപ്പെടാത്ത, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പലപ്പോഴും വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ
അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും അതുപോലെ സഹീഹായ ഹദീസുകളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വചനങ്ങളിലൂടെയും നമ്മൾക്കത് വിശ്വസിക്കൽ നമ്മളുടെ ബാധ്യതയാണ്. ഇത് രണ്ടും അല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഇസ്ലാമിന്റെ ഭാഷയിൽ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഈ രണ്ടിലും ഉൾക്കൊള്ളാത്ത, രണ്ടിനെയും പൊതിഞ്ഞു നിൽക്കാത്ത കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ അന്ധവിശ്വാസങ്ങൾ. ഒരു നിരീശ്വരവാദിയുടെ ഭാഷയിൽ അന്ധവിശ്വാസങ്ങൾക്ക് വേറെ നിർവചനമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇസ്രാ മിറാജിനെ പറ്റി പറയുമ്പോൾ ബേസിക്കലായി നമ്മൾ ഈ കാര്യം ബോധ്യപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഒന്ന്. അതുകൊണ്ട് ഇത് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ നാസ്തികത വളരെ കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാറ്റിനെയും ബുദ്ധിയുടെ അളവുകോൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്ത് അതിൽ തൂക്കി നോക്കി അത് ശരിയാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക എന്ന ഒരു രീതിയിലേക്ക് ലോകം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ സന്ദർഭത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാനും നമുക്ക് സമാധാനത്തോടു കൂടി മതവിശ്വാസവുമായി ഒത്തുനിൽക്കുവാനും നമ്മൾ തീർച്ചയായും മതം എന്ത് രീതിയിലാണ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടണം. അത് നമുക്ക് മനസ്സിലാക്കണം. മതത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആനും നമ്മൾ പഠിപ്പിക്കണം. അത് എന്തുകൊണ്ടും അത് ഉത്കൃഷ്ടമായതായിരിക്കും, നന്മയായിരിക്കും. മതം എന്തൊക്കെ അനുവദനീയമാക്കിയിട്ടുണ്ടോ അതൊക്കെ ത്വയ്യിബാത്തായിരിക്കും, നല്ലതേ മതം അനുവദനീയാക്കുള്ളൂ. മതം എന്തൊക്കെ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ, അഥവാ ഇസ്ലാം മതം എന്തൊക്കെ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ അത് ഖബീസായിരിക്കും, അത് ചീത്തയായിരിക്കും. ഒന്നുകിൽ അവൻ്റെ മനസ്സിന്, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിന്, അതല്ലെങ്കിൽ അവൻ്റെ സൊസൈറ്റിക്ക്, അതല്ലെങ്കിൽ അവൻ്റെ പ്രകൃതിക്ക് ഏതിനും യോജിക്കാത്ത കാര്യങ്ങളെ ഇസ്ലാം മതം നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. എന്നാൽ ഇസ്ലാം മതം ഹലാലാക്കിയതൊക്കെ അവർക്ക് നല്ലതുമാണ്. അതൊക്കെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. ഇങ്ങനത്തെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ മനസ്സിലാക്കി ബോധ്യപ്പെടേണ്ടതുണ്ട്. ഞാൻ ആ ഭാഷത്തെ പറ്റി പറയില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ മക്കയിൽ നിന്ന് ഫലസ്തീൻ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സഞ്ചരിച്ച യാത്രയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. തന്റെ അടിമയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് സഞ്ചരിപ്പിച്ചവൻ എത്ര പരിശുദ്ധനാണ്. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ അക്സ അതിൻ്റെ പരിസരം വളരെ അനുഗ്രഹീതമാണ്. ലിനുരിയഹു മിൻ ആയാത്തിന, എന്തിനെ സഞ്ചരിപ്പിച്ചത്? നമ്മുടെ കുറേ ദൃഷ്ടാന്തങ്ങൾ അവന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി. ഇന്നഹു സമീഉൽ ബസീർ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ എന്നത് അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ ആ പേരിലുള്ള ഒരു സൂറത്ത് തന്നെ ഉണ്ട്. ആ സൂറത്തുൽ ഇസ്രായിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മസ്ജിദുൽ അക്സയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജിബ്രീലിന്റെ കൂടെ യാത്ര പുറപ്പെട്ടതിനെ പറ്റി അത് ഹദീസ് ഗ്രന്ഥങ്ങളാണ് വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നജ്മിലെ ചില വചനങ്ങൾ നമ്മെ ആ കാര്യത്തിലേക്ക് നമുക്ക് വെളിച്ചം വീശുന്നുണ്ട്. അപ്പൊ അവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൽ പറയുന്നുണ്ട്. ആദ്യത്തെ 15 ആയത്തിന്റെ ഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതില് ഈ സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ സിദ്റത്തുൽ മുൻതഹ എന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവിടെ വെച്ചും അദ്ദേഹം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ എന്ന മലക്കിനെ കാണുകയുണ്ടായി. അവ യഥാർത്ഥ രൂപത്തിൽ കാണുന്നതിനെ സംബന്ധിച്ച് ഈ ആയത്തുകളിലും പരാമർശമുണ്ട്. ഇത് കുറച്ചുകൂടി അതിൻ്റെ ശരിയായ രൂപം വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ
നമുക്ക് ആ സംഭവം വിശദീകരിച്ച് തരുന്നുണ്ട്. അതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്, അഥവാ അല്ല ഈ മിഅ്റാജ് എന്ന് പറയുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് കയറിപ്പോകുന്നത്. മിഅ്റാജ് എന്ന പദത്തിന്റെ അർത്ഥം കോണി എന്നാണ്, കയറിപ്പോകുന്ന വസ്തു എന്ന്. അതുപോലെ കയറിപ്പോകുന്ന അവസ്ഥ, അതിന് രണ്ടും പറയാം. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പൊ ഈ സംഭവത്തെ പറ്റി നമ്മൾ കഥ നമുക്കതിൽ കുറേ കാര്യങ്ങൾ അറിയാം. പക്ഷെ ഈ സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് രണ്ട് രീതിയിൽ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതൊന്നും യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമല്ല, ഇതൊരു ആത്മീയമായ യാത്രയാണ്, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ശരീരത്തോടു കൂടി യാത്ര പോയിട്ടൊന്നുമല്ല. നബിയുടെ ആത്മാവ് നമ്മളെ സ്വപ്നത്തിലൊക്കെ സഞ്ചരിക്കുന്നത് പോലെ ഇങ്ങനെ സഞ്ചരിച്ചു പോയതാണ് എന്ന് നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആന്റെ പരാമർശം നമുക്ക് നോക്കുമ്പോൾ അതൊരു സ്വപ്നയാത്രയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ കളിയാക്കി. മാത്രമല്ല, ചില ആളുകളൊക്കെ ഇസ്ലാം മതം തന്നെ ഉപേക്ഷിച്ചു. ഇത്തരം അന്ധവിശ്വാസം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചു, ഞങ്ങളില്ല ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അതുപോലെ മറ്റുള്ള ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായ ആളുകൾ ഒന്നാകെ കൂട്ടച്ചിരി ചിരിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇതാ പിന്നെ ഫലസ്തീനിൽ പോയിട്ട് അവിടുന്ന് ആകാശത്തും പോയി രാത്രി ഇതാ മടങ്ങി ഇങ്ങോട്ട് വന്നിരിക്കുന്നു ഈ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായും ഒരു സ്വപ്നം കണ്ട ഒരു കഥ ഒരാളിങ്ങനെ പറയുമ്പോൾ അതിന് ഈ രീതിയിൽ ഒരു കളിയാക്കലില്ല. കാരണം ഇതിനേക്കാൾ അത്ഭുതകരമായ സ്വപ്നങ്ങൾ എല്ലാ മനുഷ്യന്മാരും പലപ്പോഴും അവരുടെ ജീവിതത്തിൽ കാണുന്നതാണ്. ഇപ്പൊ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു സംഭവം കാണാൻ സാധ്യതയില്ല എന്ന് അത് ആരും നിഷേധിക്കൂല. അപ്പോൾ യഥാർത്ഥത്തിലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ നിഷേധിച്ചതും. അത് വെരിഫൈ ചെയ്യണം, അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പരിശോധിക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കുകയും അങ്ങനെ ഒരവസ്ഥ അത്ര ഗൗരവമായിട്ട് അതിനെ ആ സമൂഹം എടുത്തു. അത്ര ഗൗരവമായൊരു പരാമർശമായിട്ട് അവരെടുത്തു. ഇത് തന്നെയാണ് മുഹമ്മദ് നബി ഒരു വ്യാജ പ്രവാചകൻ അല്ലെങ്കിൽ പിച്ചിമ്പേയും പറയുന്ന ഒരാളാണ് എന്നതിന് തെളിവായി പോലും അവർ ഇതെടുക്കണം എന്നവർ തീരുമാനിച്ചു. അപ്പൊ അതൊരു സ്വപ്ന വിശദീകരണത്തിന് ആ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. അതൊന്ന്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് പരീക്ഷിച്ചൊരവസ്ഥ ഉണ്ടായി. ഈ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് പരീക്ഷിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ആ പരീക്ഷണത്തിന് റസൂലുള്ള വിധേയനായി. അതെങ്ങനെയാണ്? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നീ ഇപ്പൊ ഇന്നലെ രാത്രി മസ്ജിദുൽ അക്സയിൽ പോയി എന്നാണല്ലോ പറയുന്നത്, അതൊരിക്കലും നടക്കാൻ സാധ്യതല്ല. അങ്ങനെ ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ അക്സ പോയി മടങ്ങി വരാൻ കഴിയില്ല എന്ന അർത്ഥത്തിൽ അവർ റസൂലിനോട് പറഞ്ഞു, എന്നാ മസ്ജിദുൽ അക്സയെ പറ്റി ഞങ്ങളൊക്കെ മസ്ജിദുൽ അക്സ കണ്ടവരാണ്, മസ്ജിദുൽ അക്സ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, മുമ്പ് കണ്ടിട്ടുണ്ട്, എന്നാ നീ ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടത്ത് ഭാഗത്തെ എന്താണുള്ളത്, വലത് ഭാഗത്ത് എന്താ ഉള്ളത്, എത്ര തൂണുണ്ട്, ഇങ്ങനെ അതിൻ്റെ പറ്റി വിശേഷങ്ങൾ അവരിങ്ങനെ ചോദിച്ചു റസൂലിനെ അങ്ങനെ ചോദ്യം ചെയ്തു. അപ്പോഴൊക്കെ റസൂലുള്ള അതിന് ശരിയായ ഉത്തരം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ശരിയായ ഉത്തരം കണ്ട ഒരാളുടെ അതേ രീതിയിൽ റസൂൽ ഉത്തരം പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അവർക്ക് അതെന്താ ഇത്ര കൃത്യമായിട്ടാണല്ലോ റസൂലുള്ളത് പറയുന്നത് എന്നവർക്ക് തോന്നി. അങ്ങനെ തോന്നിയപ്പോൾ അവർ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. എന്നാ ഒന്നും കൂടി ചോദിക്കട്ടെ, ഇപ്പോ നീ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലാണല്ലോ പോയത്, അവിടുന്ന് ഇപ്പൊ ഞങ്ങളുടെ ഒരു യാത്രാ സംഘം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മക്കയിൽ നിന്ന് പോയ ഒരു കച്ചവട യാത്രാ സംഘം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നീ ആ റൂട്ടിന് പോകുമ്പോ എന്തായാലും അവരെ കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ, നീ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, അവരെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ അവരെ വഴിയിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാ നീ പറയും അവരെപ്പോഴാ അവിടെ എത്തുക, അവരിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്, എപ്പോഴാ അവിടെ എത്തുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു, അവരെ ഞാൻ ഇന്ന സ്ഥലത്ത് അവരെ കണ്ടു, അവർ ഇന്ന സമയമാകുമ്പോഴേക്ക് ഇവിടെ എത്തും എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പൊ അവര് അത് വെരിഫൈ ചെയ്യണമല്ലോ. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അവരിൽ ഒരു കൂട്ടം ആളുകൾ ഈ യാത്ര പോയ ആ സ്ഥലത്തിന്റെ അതിരിലേക്ക് ഓടി. അപ്പൊ റസൂലുള്ള പറഞ്ഞ പോലെ തന്നെ അവരാ സമയമായപ്പോഴേ വരുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ള ഇത്ര പോലും പറയുകയുണ്ടായി, അവിടെ വെച്ച് അവർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ അവര് ഈ യാത്രാ സംഘത്തോട് ചോദിച്ചു, നിങ്ങൾ അവിടുന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നോ? അപ്പൊ അവര് പറഞ്ഞു, ആ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ, എന്തേ, ആരെയാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന രീതിയിൽ അവര് അത്ഭുതപ്പെട്ട് ചോദിച്ചു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ ആളുകൾ ചോദിക്കും, എന്തിനാണ് ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ അഖ്സയിൽ പോയിട്ട് അവിടുന്ന് ആകാശത്തേക്ക് ഉയർത്തിയത്? അത് മസ്ജിദുൽ ഹറമെന്ന് തന്നെ അങ്ങോട്ട് ആകാശത്തേക്ക് പോയാൽ പോരെ എന്നുള്ളത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തിനാ മസ്ജിദുൽ അഖ്സയിൽ പോകുന്നത്? അതിന് ഒരുപക്ഷെ ഈ വെരിഫിക്കേഷന് ഇങ്ങനെ ചോദ്യം ചെയ്ത് അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ഇതൊരു ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് വിചാരിക്കുക, ഞാൻ ഇന്നലെ രാത്രി ഇവിടെ മക്കത്തുനിന്ന് ഉറങ്ങണ സ്ഥലത്തുനിന്ന് നേരെ എന്നെ ജിബ്രീൽ ഏഴാനാകാശം വരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്ന് വെരിഫൈ ചെയ്യാൻ, അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാൻ എന്താ അവരുടെ കയ്യിലുള്ള മാനദണ്ഡം? നീ എന്താ ഒന്നാനാകാശത്ത് കണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ഒന്നാനാകാശം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ അവർ ആ വഴിയിലുള്ള സംഗതികളൊക്കെ ചോദിച്ച് ഉറപ്പുവരുത്തി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര അത് വളരെ കൃത്യമായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെട്ടാൽ പിന്നെ സ്വാഭാവികമായും അവിടുന്ന് അങ്ങോട്ടുള്ള സംഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവര് അതേ രീതിയിൽ വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പരിശോധന നടത്താൻ പറ്റിയ രീതിയിൽ ആ സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ പ്ലാൻ ചെയ്തു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിൽ നിന്ന് ആകാശലോകത്തേക്ക് പോയതിനേക്കാൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാമാണികത ബോധ്യപ്പെടാൻ റസൂലുള്ള ഫലസ്തീനിലേക്ക് യാത്ര പോയി. അതൊരു വലിയ അത്ഭുതമാണ്. ആ യാത്ര അത് ശരിക്കും അവർക്ക് പരിശോധിച്ച് ബോധ്യപ്പെടാനും സാധിച്ചു. അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഉള്ള ഒരു വശം അതിനുണ്ട്. പക്ഷെ ഈ സംഭവത്തിൽ നടന്ന പല സംഭവങ്ങളും നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ ഉപയോഗിക്കണം എന്തിനാന്ന് വെച്ചാൽ, ഈ മരിച്ചുപോയ ആളുകളെ നമുക്ക് സംസാരിക്കാൻ കഴിയും, അവർ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയും, അവരോട് നമുക്ക് പലതും ചോദിക്കാനും മറ്റുള്ള സംഗതികളൊക്കെ കഴിയും. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടില്ലേ, പിന്നെ ഈ മൂസ അലൈഹിസ്സലാമിനെ അവിടെ വെച്ച് കണ്ടു, അവർ സംസാരിച്ചു. അതുപോലെ മൂസ അലൈഹിസ്സലാമിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് കണ്ടു. അപ്പൊ അതുകൊണ്ട് ഈ പറയണ നമ്മളുടെ കൂട്ടത്തിലെ മഹാന്മാരായ ആളുകൾ അവർ മരിച്ചു കഴിഞ്ഞാലും ഖബറിൽ നമ്മളവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയുന്ന രീതിയിൽ അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കും എന്നൊക്കെ ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കൂട്ടത്തിലെ ചില പണ്ഡിതന്മാര് അതിൽ നിന്ന് കണ്ടെടുത്തിട്ട് സാധാരണക്കാരായ ആളുകളെ യഥാർത്ഥമായ ഏകദൈവാരാധനയിൽ നിന്ന് തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാഹു അല്ലാത്ത മറ്റ് ആളുകളെ വിളിച്ച് തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് ഇതൊരു തെളിവായി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, അടിസ്ഥാനപരമായി നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യനും, അത് എത്ര വലിയ മനുഷ്യനായാലും, അവർക്ക് ഈ ലോകത്ത് നമ്മളുടെ ഇവിടെ നടക്കുന്ന സംഭവമൊന്നും അവരറിയില്ല. അത് നമ്മൾ വ്യക്തമായി മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ട ഒരു വിശ്വാസം. അതിന് നമുക്ക് ഇളക്കം തട്ടിയോ എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ജാറവും മരിച്ചുപോയ മഹാത്മാക്കളും വിഗ്രഹങ്ങളും അവയുടെ പ്രതിഷ്ഠയും അതിൻ്റെ അടുക്കലൊക്കെ പോയി അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നൊരു തോന്നല് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും. അപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ മരിച്ചു കഴിഞ്ഞോ അവർക്ക് നമ്മളെ ഈ ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്സസ് ആ വിഷയത്തിലില്ല, ബന്ധപ്പെടാൻ കഴിയില്ല. അതിനൊരു പ്രമാണമില്ല. വിശുദ്ധ ഖുർആൻ എവിടെയൊരു പ്രമാണമല്ല. മാത്രമല്ല, അത് കഴിയില്ല എന്നുള്ളതിനുള്ള പ്രമാണം, അവരൊന്നും അറിയില്ല എന്നുള്ളതിന് പ്രമാണം, അത് നമുക്ക് ഈ മിറാജിന്റെ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, മിറാജിന്റെ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാം ആകാശം എത്തി. അവിടെ ആദം അലൈഹി ഇസ്ലാമിനെ കണ്ടു.
അവർ സലാം പറഞ്ഞു, സംസാരിച്ചു. പിന്നെ അവിടുന്ന് ജിബ്രീലിൻ്റെ കൂടെ രണ്ടാം ആകാശത്തേക്ക് പോയി. അവിടെ ഈസാ നബിനെയും സക്കരിയ അലൈഹി ഇസ്ലാമിനെയും കണ്ടു. അവിടുന്ന് മൂന്നാം ആകാശത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കണ്ടു. നാലാം ആകാശത്ത് ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ കണ്ടു. അഞ്ചാം ആകാശത്ത് ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ കണ്ടു. ആറാം ആകാശത്ത് മൂസ അലൈഹി ഇസ്ലാമിനെ കണ്ടു. ഏഴാമത്തെ ആകാശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയും കണ്ടു. ഇങ്ങനെ കണ്ട വിവരണം റസൂലുള്ള വിവരിക്കുന്നുണ്ട്. ഈ കണ്ട സന്ദർഭത്തിൽ അവർ തമ്മിലുണ്ടാകുന്ന സംഭാഷണങ്ങൾ റസൂലുള്ള നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജിബ്രീലിന്റെ കൂടെയാണ് റസൂല് പോകുന്നത്. പോകുമ്പോൾ ഒന്നാം ആകാശത്തിന്റെ കവാടത്തിൽ ജിബ്രീൽ മുട്ടും. ജിബ്രീൽ മുട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കും ജിബ്രീലിനോട്, ആരാണ്? അപ്പൊ ജിബ്രീലാണ്. കൂടെ ആരുണ്ടോ? കൂടെ മുഹമ്മദ് ഉണ്ട് എന്ന് പറയും. മുഹമ്മദ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവര് ആരാ നിന്റെ കൂടെ ഉള്ളതെന്ന് ചോദിക്കും. കാല മുഹമ്മദ് ഉണ്ട് എന്ന് പറയും. അപ്പൊ ആദം നബി ചോദിക്കും, മുഹമ്മദിനെ പ്രവാചകനായി നിയോഗിച്ചോ എന്ന് ആദം നബി ചോദിക്കും. ഈസാ നബിയും ചോദിക്കും, സക്കരിയ നബിയും ചോദിക്കും, യൂസുഫ് നബിയും ഇദ്രീസ് നബിയും ഹാറൂനും മൂസയും ഇബ്രാഹിം നബിയും എല്ലാവരും വാതിൽ തുറക്കുന്നതിന് മുമ്പ് കൂടെ ഉള്ളത് മുഹമ്മദാണ് എന്ന് പറയുമ്പോൾ ഉടൻ ചോദിക്കുന്ന ഒരു ചോദ്യം, മുഹമ്മദിനെ പ്രവാചകനായി നിയോഗിച്ചു കഴിഞ്ഞോ എന്ന ചോദ്യമാണ്. അതിന് നമുക്ക് മനസ്സിലാകേണ്ടത്, അതായത് വഖദ് ബുഇസ ഇലൈഹി, അതാണ് അവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ വഖദ് ഉർസില ഇലൈഹി, റസൂലായിട്ട് നിയമിച്ചോ മുഹമ്മദിനെ എന്ന്. കാരണം മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ അന്ത്യപ്രവാചകനായി വരും എന്ന് ഈ കഴിഞ്ഞ സകല പ്രവാചകന്മാരും സ്വന്തം ജനങ്ങളെ അറിയിച്ചിട്ടുള്ള ഒരു സന്ദേശമാണ്. എല്ലാ പ്രവാചകന്മാരും സ്വന്തം ജനങ്ങൾക്ക് പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അവസാനത്തെ ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകന്റെ പേര് മുഹമ്മദാണ് എന്നറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദാണ് കൂടെ എന്ന് പറയുമ്പോൾ ജിബ്രീലിനോട് അവർ ചോദിക്കുന്ന ചോദ്യം, മുഹമ്മദ് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടോ എന്ന ചോദ്യമാണ്. അപ്പൊ ജിബ്രീൽ എല്ലാവരോടും പറയും, അതെ, മുഹമ്മദിനെ പ്രവാചകനായി നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവം എന്ന് വെച്ചാൽ, മുഹമ്മദ് നബി പ്രവാചകനായ കഥ മരിച്ചുപോയ ഈ അമ്പിയാക്കളൊക്കെ അറിയുന്നത് ഈ മിറാജിന്റെ സന്ദർഭത്തിലാണ്. അതിന്റെ മുമ്പ് അവർക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയില്ല. മുഹമ്മദ് നബി പ്രവാചകനായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അവരറിയില്ല. അവരറിയുന്നത് മിറാജിന്റെ സന്ദർഭത്തിൽ ജിബ്രീൽ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മുഹമ്മദ് നബി പ്രവാചകനായി എന്ന് അറിയുന്നത്. നമുക്കതിൽ നിന്നുള്ള പാടെന്താണ്? മരിച്ചു കഴിഞ്ഞ ഈ അമ്പിയാക്കൾക്ക് തന്നെ ഭൂമിയിൽ ഇത്ര പ്രധാനപ്പെട്ട ഒരു സംഭവം, മുഹമ്മദ് നബി പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു എന്ന സംഭവം അതുപോലും മരിച്ചു കഴിഞ്ഞ അമ്പിയാക്കൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സാധാരണക്കാരായി ജീവിച്ച ഔലിയാന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷെയ്ഖ് എന്നോ ഒക്കെ പറഞ്ഞ് ജീവിച്ച് മരിച്ച മനുഷ്യന്മാർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ അവരോട് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം അർത്ഥമില്ലാത്തൊരു വിഡ്ഢിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമ്പിയാക്കൾക്ക് പോലും കഴിഞ്ഞതിന് ശേഷം, ഓല് മരിച്ചതിന് ശേഷം എന്താ ഇവിടെ ലോകത്ത് സംഭവിച്ചത് എന്നത് അറിയാൻ കഴിയില്ല. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഒരു സംഭവം നമുക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഈസാ നബിയോട് ചോദിക്കുന്നു, വൈദ ഖാലല്ലാഹു യാ ഈസ ഇബ്ന മറിയം, മറിയമിന്റെ മകൻ ഈസ, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ, നീയാണോ എന്നെയും എന്റെ ഉമ്മാനെയും അള്ളാഹ്ക്ക് പുറമെ ഒരു ദൈവമാക്കണം എന്ന് നീയാണോ ഈ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കും. കാല, അപ്പം ഈസാ നബി പറയും, സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ഖുൽ, എനിക്ക് അവകാശമില്ലാത്ത കാര്യം എങ്ങനെയാണ് പടച്ചോനെ ഞാൻ പറയാ? ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല. ഇൻ കുന്തു ഖുൽതുഹു, അഥവാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് അലിംതഹു, അത് നിനക്കറിയാലോ. പിന്നെ തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു നഫ്സിക, എന്റെ മനസ്സിലുള്ളതൊക്കെ നീ അറിയും, പക്ഷെ നിന്റെ ഭാഗത്തുള്ളതൊന്നും എനിക്കറിയില്ലല്ലോ. ഇന്നക അൻതൽ അല്ലാമുൽ ഗുയൂബ്. എന്നിട്ട് പറയാണ്, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി, നീ എന്നോട് കൽപ്പിച്ചതല്ലാത്ത മറ്റൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞത് അൻ ഇഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ രക്ഷിതാവായ
അള്ളാഹുവെ, രക്ഷിതാവായ റബ്ബിനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നാണ് ഞാൻ എൻ്റെ ജനങ്ങളോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്ന് ഈസാ അലൈഹിസ്സലാം പറയും. എന്നിട്ട് പറയുന്നു വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നപ്പോ എന്താ സംഭവിച്ചത് എന്നൊക്കെ എനിക്കറിയാം. എന്നാൽ ഫലമ്മാ തവഫൈതനി, നീ എന്നെ ഏറ്റെടുത്തതിന് ശേഷം കുന്ത അന്തർ റഖീബു അലൈഹിം, നീ മാത്രമാണ് അവരുടെ കാര്യങ്ങളൊക്കെ അറിയണവൻ, എനിക്കൊന്നും അറിയില്ല. അപ്പം ഈസാ അലൈഹിസ്സലാം ഇവിടുന്ന് പ്രവാചകൻ ആയി ഇരിക്കെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായത് എന്താണ്? ഈസാ നബിയെ ദൈവപുത്രനാക്കി മാറ്റി എന്ന സംഭവം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നു എന്ന് പറയപ്പെടുന്ന ക്രിസ്തുമതത്തിന്റെ അനുയായികൾ, ഇത്രയധികം പ്രചരിപ്പിക്കപ്പെടുന്ന ഈസാ ദൈവപുത്രൻ എന്ന് പറയുന്ന സംഗതി, അത് ഈസാ നബി അറിയില്ല എന്നാ പറയണത്. ഈസാ നബിക്ക് അങ്ങനെ ഒരു സംഭവം അറിയില്ല എന്നാണ് ഈസാ നബി അള്ളാഹുവിനോട് പറയുന്നത്. പിന്നെ ഈസാ നബിക്ക് എപ്പോഴാ അത് അറിയണത്? ഈസാ നബി രണ്ടാമത് ഈ ലോകത്തേക്ക് ഖിയാമത്ത് നാളിന്റെ ലോകാവസാനത്തിന്റെ സമയത്ത് ഈസാ നബി വരുമ്പോ ഈസാ നബി അങ്ങനത്തെ സംഭവം അറിയും. അതുകൊണ്ടായിരിക്കും ഈസാ നബി പറഞ്ഞു, ഞാൻ അവരോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇനിയും എൻ്റെ മാതാവിനെയും ദൈവമാക്കണമെന്നോ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഈസാ നബി പറയണത്. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി ഈ വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളണം. മരിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഈ ലോകത്ത് നമ്മൾ ഇവിടെ ചെയ്യുന്ന സംഗതികൾ ഒന്നും അവർക്ക് അറിയാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ ആകെ ഒരു റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഖബറാളികളെ ഖബറടക്കി പോകുമ്പോ നിങ്ങളുടെ ചെരുപ്പിന്റെ കാലടി അവർ കേൾക്കും എന്ന് റസൂലുള്ള പറഞ്ഞു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതിനപ്പുറമുള്ള സംഗതികൾ അറിയില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മരിച്ച ആളുകളോട് എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് തികഞ്ഞ അന്ധവിശ്വാസമാണ്. ഒന്നാമതായി അത് അന്ധവിശ്വാസമാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തൊരു സംഗതി. വേദഗ്രന്ഥങ്ങളിലൂടെ ഖുർആനിലൂടെയും ഹദീസിലൂടെയും തെളിയിക്കപ്പെടാത്തൊരു സംഗതി. അതുകൊണ്ട് തന്നെ അത് കടുത്ത അന്ധവിശ്വാസമാണ്. മരിച്ചുപോയ മഹാത്മാക്കള്, ദൈവങ്ങളാകട്ടെ, പ്രതിഷ്ഠകളെ, വിഗ്രഹങ്ങൾക്ക് പിന്നിലുള്ള പ്രതിഷ്ഠകളാകട്ടെ, അവരൊക്കെ ഇവിടെ നിന്ന് മരിച്ചുപോയതാണ്. ഒന്നും അവർ നമ്മളെ പറ്റി അറിയില്ല, അവർക്കൊന്നും അറിയാൻ സാധ്യമല്ല. പ്രവാചകന്മാർക്ക് പോലും അവരുടെ കാലഘട്ടത്തിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു എന്ന കാര്യം പോലും അവർക്ക് അവരുടെ ലോകത്ത് വെച്ച് പ്രത്യേകമായി പറയുമ്പോഴല്ലാതെ അവർക്ക് അറിയണില്ല. അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോഴേ അവർക്ക് ആ വിവരം തന്നെ അറിയണുള്ളൂ. അങ്ങനെ ഉള്ള ഒരു ലോകത്തുള്ളവരാണ് മരിച്ചുപോയ ആളുകൾ. അതുകൊണ്ട് ഒരു കാരണവശാലും മരിച്ചുപോയവരോട് നമ്മളുടെ ഒരാവശ്യവും പറയാൻ പാടില്ല. അത് വിഡ്ഢിത്തമാണ്, ഫലശൂന്യമാണ് എന്ന് മാത്രമല്ല, ഇത്ര ഫലശൂന്യമായ ഒരു സംഗതി, അള്ളാഹുവോട് പറയേണ്ട ഒരു സംഗതി ഈ തരം ഒരു കഴിവുമില്ലാത്ത ബാക്കിയുള്ള ആളുകളോട് പറയണു എന്നതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും കടുത്ത മഹാപാപമായത്, ബഹുദൈവത്വമായത്, ശിർക്കായി മാറിയത്. അത് നമ്മൾ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നേരെ മറിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് പരസ്പരം സഹായങ്ങൾ, എനിക്കത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം എന്ന് പറയുന്നതിനൊരു വിരോധമില്ലല്ലോ. തമ്മിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി ചെയ്തു കൊടുക്കണം, ചെയ്തു തരണം എന്ന് പറയുന്നതിന് ഒരു വിരോധമില്ല. നേരെ മറിച്ച് മരിച്ചൊരു മനുഷ്യനോട് ആ കാര്യം നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് കാലാകാലം നരകത്തിൽ കിടക്കുന്ന ഒരു പാപമായി മാറുകയാണ്. അതാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ അത് ഗൗരവമുള്ളൊരു കാര്യമാണ്, പ്രമാണമില്ലാത്ത അത് ഒരു കാര്യമാണത് എന്ന് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മരണാനന്തരം പല കാര്യങ്ങളും സംഭവിക്കുന്ന പല കാര്യങ്ങളും മരണാനന്തരമുണ്ട്. അത് എങ്ങനെയാ നമുക്കറിയാം? നമുക്ക് ഗവേഷണം നടത്തി അറിയാൻ പറ്റുമോ? ഒരിക്കലും അറിയാൻ പറ്റൂല. അത് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞത് അറിയും, ഖുർആനും ഹദീസും പറഞ്ഞത് അറിയും. അപ്പൊ ഖുർആനും ഹദീസും നമുക്ക് പറഞ്ഞു തരുന്നതാണ്, മരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ചോദ്യം ചെയ്യാൻ മലക്കുകൾ വരും. അത് ഖുർആൻ റസൂലുള്ള പറഞ്ഞുകൊണ്ട് നമ്മൾ അറിയണു. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം.
മലക്കുകൾ വരും, ചോദ്യം ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിക്കും. നിങ്ങളുടെ ഖബർ സ്വർഗത്തിലേക്ക് തുറക്കപ്പെടും, അല്ലെങ്കിൽ നരകത്തിലേക്ക് തുറക്കപ്പെടും, സ്വർഗവും നരകവും നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും കാണിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് അപ്പടി വിശ്വസിക്കുക എന്നതിനപ്പുറം അത് നമുക്ക് ഒരു നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ രീതിയിൽ നമ്മുടെ വിശ്വാസം നമ്മൾ ശരിയായ അർത്ഥത്തിൽ ഉറപ്പിച്ച് ബോധ്യപ്പെട്ട് അതിന് വിരുദ്ധമായ ഒന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഇവിടെ ഓർമ്മിപ്പിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ഈ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് ഒരു നോമ്പ് നോൽക്കുന്ന സമ്പ്രദായം മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. സാധാരണക്കാരായ ആളുകൾ അങ്ങനെ ഒരു നോമ്പ് നോൽക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഈ മിഅ്റാജ് 27-ന് റജബ് 27-ന് മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പുണ്ട്. അടുത്ത ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ മറ്റൊക്കെ ആയിരിക്കും റജബ് 27. അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാം മതത്തിലില്ല. ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു നോമ്പേ ഇല്ല. അള്ളാഹിന്റെ റസൂല് നോറ്റിട്ടില്ല, പ്രവാചകന്റെ അനുയായികളായ സഹാബിമാര് നോറ്റിട്ടില്ല, നോൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. കാരണം ഈ ഇസ്രാ എന്നാ സംഭവിച്ചതെന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഡേറ്റ് അറിയില്ല. അത് ഈ മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് സംഭവിച്ചു എന്നേ നമുക്കറിയുള്ളൂ. അത് കൃത്യമായി ഇന്ന മാസം ഭൂരിപക്ഷ പണ്ഡിതന്മാരും റജബ് മാസത്തിലാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നതിൽ കവിഞ്ഞ് റജബ് മാസം എന്നാന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ ഇത് 27 റജബിന് മാസത്തില് ഒരു മിഅ്റാജ് ഇസ്രാ അങ്ങനെ ഒരു നോമ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ അതിന് ശുഷ്കാന്തി കാണിച്ച് അത് നോൽക്കുന്ന ആളുകൾ അത് റസൂലുള്ളയോ സഹാബാക്കളോ താബികളോ അവരൊക്കെ ആയിരിക്കും അക്കാര്യം ചെയ്യുക. അവരാരും അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. അതുകൊണ്ട് വെറുതെ കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈ ഇസ്രാ നോമ്പും അതുപോലെ തന്നെ മിഅ്റാജ് നോമ്പും നോൽക്കേണ്ടതില്ല. അല്ലാതെ തന്നെ സുന്നത്തായ ധാരാളം നോമ്പുകൾ നോൽക്കുന്ന ആളുകൾക്ക് ഇസ്ലാം മതം പഠിപ്പിക്കുന്നുണ്ട്. തിങ്കളാഴ്ച നോമ്പ്, അതുപോലെ വ്യാഴാഴ്ച നോമ്പ്, അതുപോലെ പിന്നെ വേറെയും സുന്നത്തായ ധാരാളം നോമ്പ്, മാസത്തിൽ 3 നോമ്പുകൾ വേറെ, ഇങ്ങനെ കുറേ സുന്നത്തായ നോമ്പുകളുണ്ട്. ആ നോമ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ അതൊന്നും നോൽക്കാതെ ഇല്ലാത്തൊരു നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു അന്ധവിശ്വാസമാണ്. ഖുർആനിലും സുന്നത്തിലും ശാസ്ത്രത്തിലും ഒന്നും ബോധ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ്. ആ അന്ധവിശ്വാസം നമ്മൾ കൈയൊഴിക്കണം. ഇത് കേൾക്കുന്ന ആളുകൾ ആ മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് അതിന് കൂലിട്ടെന്ന് വിചാരിച്ചാണ്ട് എന്തായാലും അങ്ങനെ ഒരു നോമ്പ് നോൽക്കേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ദീനിൻ്റെ യഥാർത്ഥ സോഴ്സുകളിൽ നിന്ന്, അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് അത് പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.